ആദ്യം എങ്ങനെ പഠിക്കണം എന്തായിരുന്നു എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ മെൻറ്റേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ എത്തി നിൽക്കാൻ സാധിക്കുന്നത്. ഒരുപാട് സമയം നമ്മൾ തിയറിയിൽ ഫിസിക്സ് കളയരുത്. നമ്മൾ ഇക്വേഷൻസ് ഒക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് തിയറി നോക്കണം. ബ്രില്യൻറ്റിൻ്റെ എക്സാംസിന് വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ അത് തന്നെ നമ്മുടെ ഫൈനൽ എക്സാമിന് വളരെ വളരെ ഉപകരിക്കും എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഡെയിലി അന്നത്തെ ടോപ്പിക്സ് കവർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. പിന്നെ അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂർ ബയോളജി NCERT പക്ക എന്തായാലും വായിച്ചിരിക്കും. ബ്രില്യൻ്റ് ബുക്സ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പം നമ്മളൊരു പുതിയൊരു ഗൈഡ് എടുത്താലും ബുക്സാണ് ബ്രില്യൻ്റ് തരുന്ന അതേ മെറ്റീരിയലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്നത്. ഹായ് ഓൾ, 2025 നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി കൊല്ലം ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ അഭിമാനമായി മാറിയ 5 കുട്ടികളാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. അവരുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മോളെ, പേര്, റാങ്ക് ഒക്കെ ഒന്ന് പറയുമോ? എൻ്റെ പേര് മീരാകൃഷ്ണൻ. ഓൾ ഇന്ത്യ റാങ്ക് 3713 മാർക്ക് 579 കൊല്ലം സെൻറ്ററിലെ. എൻ്റെ പേര് ഭവ്യയെ. ഞാൻ M5 ബാച്ചിലാണ് പഠിച്ചത്. സ്കോർ 544. ഓൾ ഇന്ത്യ റാങ്ക് 15013 കൊല്ലം ബ്രില്യൻ്റിലാണ് പഠിച്ചത്. ഹായ്, എൻ്റെ പേര് ആൻ ജോർജ്. ഞാൻ ഓൺലൈനായിട്ടാണ് ബ്രില്യൻറ്റിൽ പഠിച്ചത്. T32 ബാച്ചായിരുന്നു. എൻ്റെ മാർക്ക് 549 എൻ്റെ റാങ്ക് 12400 എൻ്റെ പേര് അർത്ഥന എസ്. ബാച്ച് M4 ആയിരുന്നു. എൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് 22347, മാർക്ക് 532. ഹലോ ഓൾ, ഐ എം മറിയം ലത്തീഫ്. എൻ്റെ മാർക്ക് 548, എൻ്റെ റാങ്ക് 13738. സ്വപ്നമൊക്കെ സാക്ഷാത്കരിച്ച് നിൽക്കുന്ന ഈ അവസരത്തിൽ ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയാൻ ആഗ്രഹം നിങ്ങളുടെ പഠന രീതിയെ പറ്റിയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും പഠന രീതിയും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ബ്രില്യൻറ്റിലെ റിപ്പീറ്റേഴ്സ് ബാച്ചിലായിരുന്നു. ഡെയിലി ടോപ്പിക്സ് കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത്. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ചെയ്തു പോരുന്നത്. ഇവിടെ വരുമ്പോൾ ആദ്യം എങ്ങനെ പഠിക്കണം എന്തായിരുന്നു എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ മെൻറ്റേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ എത്തി നിൽക്കാൻ സാധിക്കുന്നത്. ഡെയിലി ടോപ്പിക്സ് കവർ ചെയ്തു പോകണമെന്ന് ആദ്യമേ ടീച്ചേഴ്സ് എന്നും പറയുമായിരുന്നു. അത് തന്നെ ഒബേ ചെയ്തു പോയതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ എത്തി നിൽക്കാൻ കഴിയും. ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നീറ്റ് പഠിക്കുന്ന എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. അപ്പം അതിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി മോൾ എന്താണ് ചെയ്തത്? യൂഷ്വലി മൺഡേ ടു ഫ്രൈഡേ വർക്ക് ബുക്ക് സോൾവ് ചെയ്യാനായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഡെയിലി ടോപ്പിക്സിന് ഒരു 1 to 1.5 hour കൊടുത്തിരുന്നു. അതിനുശേഷം വീക്ക്ലി എക്സാംസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. വർക്ക് ബുക്ക് ഫ്രൈഡേക്കുള്ളിൽ കംപ്ലീറ്റ് നോക്കും. ഫിസിക്സ് എനിക്ക് നല്ല ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം ഒരുപാട് നേരം കോൺസെപ്റ്റിൽ തിയറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻ ചെയ്യാനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ശനി ഞാൻ നമുക്ക് സ്റ്റഡി ലീവാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഗൈഡ് യൂസ് ചെയ്തിരുന്നു. അപ്പം ഒരു ചാപ്റ്ററിൽ നിന്ന് മിനിമം 100 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നോക്കിയിരുന്നു ഫിസിക്സ്. ടഫ് ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വെയിറ്റേജ് കൂടുന്നതനുസരിച്ച് ഒരു 100 to 150 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ചിലപ്പോൾ ഒക്കെ നടന്നില്ലെങ്കിൽ നമുക്ക് മോഡൽ എക്സാം വരുമ്പോഴത്തേക്ക് വീണ്ടും ആ ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ നോക്കിയിരുന്നു. ഒരുപാട് സമയം നമ്മൾ തിയറിയിൽ ഫിസിക്സ് കളയരുത്. നമ്മൾ ഇക്വേഷൻസ് ഒക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് തിയറി നോക്കണം. ടെക്സ്റ്റ് റീഡ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് കാണും, അതും വായിക്കുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ബ്രില്യൻ്റ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ മോഡൽ എക്സാം, വീക്ക്ലി എക്സാമുകൾ, അതിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് വിശദീകരിക്കാമോ? എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബ്രില്യൻറ്റ് പറയുന്ന രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ബ്രില്യൻറ്റിൻ്റെ സ്കെഡ്യൂൾ അനുസരിച്ച് അല്ലെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ എക്സാംസിന് വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ അത് തന്നെ നമ്മുടെ ഫൈനൽ എക്സാമിന് വളരെ വളരെ ഉപകരിക്കും എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സാർമാർ പറയുന്നതും സാർമാരുടെ നോട്ട്സും നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയലും എല്ലാം വെച്ചിട്ട് തന്നെയാണ് ഞാൻ പഠിച്ചിരുന്നത്. പിന്നെ എക്സാംസ് എന്ന് പറയുന്നത്, ബ്രില്യൻറ്റിൻ്റെ എക്സാംസ് എന്ന് പറയുന്നത് ടോപ്പ് നോച്ച് ആണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെ വീക്ക്ലി എക്സാംസ് ആയിക്കോട്ടെ, നമ്മുടെ ഫൈനലായിട്ടുണ്ടായിരുന്ന മോഡൽ എക്സാംസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ വളരെ വളരെ അതിനകത്തെ ഓരോ ക്വസ്റ്റ്യൻസും തെറ്റുന്നത് വീണ്ടും എടുത്തു വെച്ച് ചെയ്ത്, തെറ്റിപ്പോയത് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതി വെച്ച് ഒന്നും കൂടെ പഠിച്ച് അങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതിപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ബ്രില്യൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിലൂടെ, അതിപ്പോൾ ഓൺലൈനായിട്ടുള്ള നമ്മുടെ ലേണിംഗ് ആപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അതൊക്കെ തന്നെയാണ് എന്നെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. സോ ബ്രില്യൻറ്റിൻ്റെ എക്സാംസും മോഡൽ എക്സാംസും വീക്ക്ലി എക്സാംസും എല്ലാം തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒരു 60-70% അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ റിസൾട്ടിനെ സഹായിച്ചിട്ടുള്ളത്. ഡെയിലി ടോപ്പിക്സ് പഠിക്കുന്നത്, ദിവസേനയുള്ള ഷെഡ്യൂളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ ഡെയിലി അന്നത്തെ ടോപ്പിക്സ് കവർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. പിന്നെ അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂർ ബയോളജി NCERT പക്ക എന്തായാലും വായിച്ചിരിക്കും.
പിന്നെ പറ്റുമെങ്കിൽ അന്നത്തെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ലെവൽ 1 ലെവൽ 2 കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. പറ്റുന്നത്ര കംപ്ലീറ്റ് ചെയ്യും. പിന്നെ മാക്സിമം പഠിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഷോർട്ട് നോട്ട്സ് അന്ന് തന്നെ ഒരു ചാപ്റ്റർ വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം മോർണിംഗ് പോകുന്നതിന് മുമ്പായിരിക്കും വായിക്കുന്നത്. ബ്രില്യൻ്റ് ഫാക്കൽറ്റീസ്, ഇ ലേണിംഗ് ആപ്പ്, ക്വസ്റ്റ്യൻസ്, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ബ്രില്യൻ്റ് ബുക്സ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പം നമ്മളൊരു പുതിയൊരു ഗൈഡ് എടുത്താലും ബുക്സാണ് ബ്രില്യൻ്റ് തരുന്ന അതേ മെറ്റീരിയലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇവിടുത്തെ ഫാക്കൽറ്റി ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ആൻഡ് മിക്ക ടീച്ചേഴ്സും വെരി ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എന്താണെങ്കിലും നമ്മുടെ ഫ്ലോയ്ക്ക് പറഞ്ഞ് തരാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2026 പരീക്ഷ എഴുതാൻ പോകുന്ന നമ്മുടെ കുട്ടികളോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? മോസ്റ്റ്ലി നമ്മുടെ ബ്രില്യൻ്റ് പറയുന്ന രീതിയിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ എല്ലാ ടീച്ചർമാരും നമുക്ക് ഫസ്റ്റ് തന്നെ പറയും നമ്മൾ ഡിഗ്രി ടോപ്പിക്സ് കവർ ചെയ്യണം, നമ്മുടെ മെറ്റീരിയൽ റെഫർ ചെയ്യണം. ഇപ്പോൾ വർക്ക് ബുക്ക് തന്നെ നമ്മൾ എല്ലാം ചെയ്ത് തരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ലാസ്റ്റ് മിനിറ്റ് ഒന്നും ചെയ്യാൻ വെച്ചിരിക്കരുത്. നമ്മുടെ ലാസ്റ്റ് 4 months റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചേക്കണം. അതായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ആൻഡ് ടു ഓൾ ദി സ്റ്റുഡൻസ് റൈറ്റിംഗ് NEET 2026, ഓൾ ദി ബെസ്റ്റ്. 2025 നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി കേരളത്തിലെ ഒന്നാമരായി നിൽക്കുന്ന കുട്ടികളാണ്. അവരുടെ ഭാവി ജീവിതത്തിന് എല്ലാവിധ സന്തോഷങ്ങളും വിജയാശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ്.